ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബാത്റൂം എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം. പ്രത്യേകിച്ച് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി കുറച്ച് ഉപ്പ് പൊടി 2-3 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ തറയിൽ നന്നായി വിതറുന്നുണ്ട്. തറ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അഴുക്കുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഉപ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഉപ്പ് പൊടിയും പിന്നെ ഒരല്പം അപ്പക്കാരവുമാണ് എടുത്തിട്ടുള്ളത്, ബേക്കിംഗ് സോഡ. അതെ, ബേക്കിംഗ് സോഡയും നന്നായി ഒന്ന് വിതറിടുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനർ ഏതായാലും മതി കേട്ടോ, അത് നമുക്ക് തറയിൽ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വോളിലും. പിന്നെ ഇതുപോലെ ഒരു സ്ക്രബ്ബർ, അത് വെച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തറയിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ലോണം കറൊക്കെ പോയിട്ട് നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉപ്പ്, ബേക്കിംഗ് സോഡ, ഫ്ലോർ ക്ലീനർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു ടിപ്പ് പറയുന്നത്, ഇത് നമ്മുടെ പഞ്ചസാര, ഈ ബോട്ടിൽ നമ്മുടെ ഉപ്പ്, ഇവ രണ്ടും കുറച്ച് നേരം തുറന്ന് വെച്ച് കഴിഞ്ഞ് അടപ്പിട്ടാലും കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായും കട്ട കുത്താറുണ്ടല്ലേ. പ്രത്യേകിച്ച് പഞ്ചസാരയൊക്കെ കട്ട കുത്തി ഒരു ബോൾ പോലെ ആകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും ആവാറുണ്ട്. പ്രത്യേകിച്ച് ഒരല്പം നനവ് സംഭവിച്ചാൽ തന്നെ ആവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ മാറ്റാവുന്ന ടിപ്പുകൾ, പ്രത്യേകിച്ച് ഉപ്പുപൊടിയിലൊക്കെ ആണെങ്കിൽ ചിരട്ട പൂത്തി വെക്കലാണ്. പഞ്ചസാരയിലാണെങ്കിൽ ഒരല്പം ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റീലിൻ്റെ സ്പൂണ്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് കുത്തി വെച്ചതിന് ശേഷം അതിൻ്റെ അടപ്പിട്ട് മൂടുകയാണെങ്കിൽ തീർച്ചയായും കട്ട കുത്താതിരിക്കാൻ സഹായിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്പൂണ് ഒരല്പം നനവ് പോലും പാടില്ല. സ്പൂണിലെ നനവ് കൊണ്ട് ഇനി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ടാവരുത്. കണ്ടോ, ഒരല്പം പോലും നനവില്ലാത്ത നല്ല ഉണങ്ങിയ സ്പൂണായിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കട്ട കുത്തുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം നേടാവുന്നതാണ്. അതുപോലെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ വെളിച്ചെണ്ണ കുറേ ദിവസം വെക്കുന്ന സമയത്ത്, ഇതിപ്പോൾ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് കുറച്ചധികം ദിവസം ഇതുപോലെ എടുക്കാതെ വെക്കുകയാണെങ്കിൽ, ഓപ്പൺ ആക്കിയിട്ട് എടുക്കാതെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു കാറിയ സ്മെല്ലുണ്ടാകാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത്, 2 മണി നമ്മുടെ കുരുമുളക്, ഇതുപോലെ 2 മണി കുരുമുളക് ഇട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും വെളിച്ചെണ്ണ കാറാതിരിക്കാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ടിപ്പുകളുമായി വീണ്ടും കാണാം.